ഈ വാർത്ത നിങ്ങൾ കുറച്ച് നാളായിട്ട് എന്തായാലും കേൾക്കുന്നുണ്ടാവും. എന്നാൽ എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം? ഇത് വളരെ അപൂർവവും എന്നാൽ പിടിക്കപ്പെട്ട തലച്ചോറിനെ അപകടകരമായി ബാധിക്കുന്ന ഒരു അണുബാധയാണ്. ഇതിന് കാരണം നെഗ്ലേരിയ ഫൗളേരിയ എന്ന് പറയുന്ന ഒരു അമീബയാണ്. ഇത് പൊതുവെ കാണപ്പെടുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള നദികളിലോ തടാകത്തിലോ ഈ അനക്കമില്ലാതെ കിടക്കുന്ന വെള്ളക്കെട്ടുകളിലോ പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ ഒന്നും ഇല്ലാത്ത സ്വിമ്മിംഗ് പൂളിലോ ഒക്കെയാണ്. ഈ അമീബ എങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു? ഇത് സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുമ്പോഴല്ല നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പകരം മുകളിൽ പറഞ്ഞ ജലാശയങ്ങളുണ്ടല്ലോ, അവിടെ കുളിക്കാനോ അല്ലെങ്കിൽ നീന്താനോ ഒക്കെ ഇറങ്ങുമ്പോൾ ശക്തമായിട്ട് മൂക്കിലേക്ക് വെള്ളം കയറുന്ന സമയത്താണ് ഇത് നമ്മുടെ മൂക്കിൽ കൂടി നമ്മുടെ ഓൾഫാക്ടറി നെർവ് വഴി നമ്മുടെ ബ്രെയിനിലോട്ട് എത്തിപ്പെടുന്നത്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? തുടക്കത്തിൽ സാധാരണ പനി എന്ന രീതിക്ക് തന്നെ നമുക്ക് തലവേദന, ചൂട്, ഛർദ്ദിക്കാൻ തോന്നുക ഇതൊക്കെയാണ് ഉണ്ടാകാറ്. എന്നാൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഈ മേൽ പറഞ്ഞവയ്ക്കൊപ്പം കഴുത്തിൽ വേദന, ആശയക്കുഴപ്പം, അപസ്മാരം എന്നിവ പ്രകടിപ്പിക്കാനും തുടങ്ങും. ഇതിന് ചികിത്സ ഇതിന് ചികിത്സയേക്കാൾ പ്രധാനം പ്രിവെൻഷൻ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ മുൻകരുതലുകളാണ്. കാരണം രോഗം പിടിക്കപ്പെട്ടാൽ നമ്മൾ ഐസിയു അഡ്മിഷനിൽ ആൽബർട്ടെറിസിന്, റിഫാംപിസിന് ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു മരുന്ന് ഇത്രയും നാളായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ പറഞ്ഞത് ഇതിന് ചികിത്സയേക്കാൾ പ്രധാനം പ്രതിരോധമാണ്. എന്തൊക്കെയാണ് ഈ പ്രതിരോധം അല്ലെങ്കിൽ ഇതിനുള്ള മുൻകരുതലുകൾ? ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒഴുക്കൊന്നും ഇല്ലാത്ത ജലാശയങ്ങളിൽ കഴിവതും നീന്താനോ കുളിക്കാനോ ഇറങ്ങാതിരിക്കാൻ. പിന്നെ നീന്തിയേ തീരൂ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കഴിവതും മൂക്കിനുള്ളിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിയായി ഇത് ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഓർക്കുക, അമീബിക് മസ്തിഷ്ക ജ്വരം അപൂർവമാണ്, എന്നാൽ വന്നാൽ 90 മുതൽ 95% വരെ മരണനിരക്കുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.